الشفاعة هب لنا في القيامة مشفقا واهلنا إن ضاعي سيدي خير النبي. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമ്മൾ ആവശ്യപ്പെടുന്നത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല പ്രത്യേകമായിട്ട് കൊടുത്ത ഷഫാഅത്താണ്. ആ ഷഫാഅത്ത് ഞങ്ങൾക്ക് നൽകണേയെന്നും അത് ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അത് പാഴായി പോയാൽ ഞങ്ങൾക്ക് വല്ലാത്ത നഷ്ടമാണെന്നുമാണ് ഈ വരികളിലൂടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമ്മൾ പറയുന്നത്. നാളെ പാരത്രിക ലോകത്തെ കഠിനകഠോരമായിട്ടുള്ള അവസ്ഥയിൽ ഓരോ പ്രവാചകന്മാരും അവരുടെ ശരീരം മാത്രം നോക്കി അവർക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ ശുപാർശ ചെയ്തുകൊണ്ട് കത്തിച്ചൊലിക്കുന്ന സൂര്യൻ തലക്ക് മീതെ ഒരു ചാണകര നിൽക്കുമ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടുത്താനുള്ള അവകാശം അവർക്കൊന്നും ഇല്ല, അവരതിന് അർഹനല്ലെന്ന് പറഞ്ഞ് അവരവരുടെ സ്വന്തം ശരീരത്തിന്റെ കാര്യം പറഞ്ഞ് ഒഴിഞ്ഞു മാറുമ്പോൾ അവിടെ വന്നുകൊണ്ട് അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുന്നത് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല മുത്തുനബി തങ്ങൾക്ക് മാത്രം അല്ലാഹു തആല സംവിധാനിച്ച പ്രത്യേകമായിട്ടുള്ള ശഫാഅത്ത്. മറ്റുള്ള ഒരുപാട് പ്രവാചകന്മാർ 1,24,000 പ്രവാചകന്മാര് പരിശുദ്ധമായ ദീനിനെ പ്രബോധനം ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രം അല്ലാഹു തആല പ്രത്യേകമായിട്ട് കൊടുത്ത അശ്ശഫാഅത്തുൽ ഉളമ എന്നറിയപ്പെടുന്ന ആ ഒരു വലിയ മഹത്തായിട്ടുള്ള പ്രാധാന്യമുള്ള ഒരു ശഫാഅത്ത്, മഹ്ശറയുടെ ചൂടിൽ നിന്നും മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന ആ ഒരു ശഫാഅത്ത്, ആ ശഫാഅത്ത് കൊണ്ട് മാത്രമാണ് നമുക്ക് പാരത്രിക ലോകത്ത് രക്ഷപ്പെടാൻ കഴിയുന്നത്. മനുഷ്യന് വർണ്ണിക്കാൻ കഴിയാത്ത, മനുഷ്യന് നമുക്ക് പറയുമ്പോൾ പോലും അസഹ്യത തോന്നുന്ന ആ ഒരു വല്ലാത്ത കഠിനകഠോരത, ആ പ്രയാസത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന ആ ഒരു ശഫാഅത്ത്, ആ ശഫാഅത്തിനുള്ള ആ ശുപാർശക്കുള്ള അർഹത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വരികളിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്ത ആ ഒരു ശഫാഅത്ത്. ഈ കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി പറയുകയാണ്. നമ്മൾ സാധാരണ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ തുടങ്ങുന്ന ആ ഒരു ദുആ ഉണ്ടല്ലോ, ആ ഒരു ദുആ ചൊല്ലിക്കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ് ഹല്ലത്ത് ലഹു ശഫാഅത്തി എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് അങ്ങനെ ചൊല്ലുന്നവർക്ക് ലഭിക്കുമെന്നാണ്. അതുകൊണ്ട് ഒരു വലിയ പ്രതിഫലം ലഭിക്കുന്ന ബാങ്കിന്റെ ശേഷമുള്ള ഈ ഒരു ദുആയിലെ ഈ ഒരു ദിക്റിനെ നാം ഒഴിവാക്കിക്കൂടാ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.